ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും പാകിസ്ഥാൻ. നയതന്ത്ര പ്രതിനിധിയുടെ ഭീഷണി. ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ. റഷ്യയിലെ പാക് അംബാസഡറാണ് ഭീഷണി മുഴക്കിയത്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ആണവായുധം ഉൾപ്പെടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി. റഷ്യൻ മാധ്യമമായ ആർട്ടിക്കിന് നൽകിയ അഭിമുഖത്തിൽ പാക് നയതന്ത്ര പ്രതിനിധിയായ മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെന്നായിരുന്നു ഖാലിദിന്റെ പരാമർശം. വയനാട്ടിലെ പുനരധിവാസ ഭൂമി ഏറ്റെടുക്കൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും സർക്കാരിനുമെതിരെ ജില്ലാ കോടതിയിൽ എസ്റ്റന്റെ ഹർജി. സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനുമെതിരെ വയനാട് ജില്ലാ കോടതിയിൽ ഹർജി OS 57/2025 ആണ് നൽകി. എസ്റ്റേറ്റ് അധികൃതർ മേൽക്കോടതിയിലെല്ലാം തള്ളിയ ഹർജിയുമായി കീഴ്ക്കോടതിയെ സാധാരണ സമീപിക്കാറില്ല. ഹർജിയിൽ വിചിത്രമായ കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ വയനാട്ടിലെ പുനരധിവാസം നടപടികളെ തടയുന്ന ലക്ഷ്യത്തോടെയാണ് എസ്റ്റേറ്റ് അധികൃതരുടെ പുതിയ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ തിരിച്ചടിക്കും, അണക്കെട്ട് നിർമ്മിച്ചാൽ തകർക്കും. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെ വീണ്ടും പ്രകോപനവുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോയാൽ തിരിച്ചടിക്കുമെന്നും വെള്ളം തടയാനായി നിർമ്മിച്ച ഡാം അടക്കമുള്ള എന്ത് സംവിധാനങ്ങളും പാകിസ്ഥാൻ തകർക്കുമെന്ന് ഖ്വാജ ആസിഫിന്റെ വെല്ലുവിളി. കരാർ മരവിപ്പിച്ചാൽ പാകിസ്ഥാന്റെ കാർഷിക ആവശ്യങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 80% നഷ്ടമാകും. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിലാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതായി ഇന്ത്യ പ്രഖ്യാപിച്ചത്. ജലം നിഷേധിക്കുന്നത് യുദ്ധസമാനമാണെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നു. സിന്ധു നദിയിലൂടെ ഒന്നുകിൽ വെള്ളമൊഴുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ രക്തമൊഴുക്കുമെന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സദ്ദാരി കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയത്. ജലത്തിന്റെ ഒഴുക്ക് തടയുന്നതിന് വ്യതിചലിക്കുന്നതുമായുള്ള ഏതെങ്കിലും ശ്രമവും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖ്വാജ ആസിഫിന്റെ ഭീഷണി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകി റവന്യൂ മന്ത്രി രാജൻ. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി മന്ത്രി രാജൻ. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് അജിത് കുമാറിനെ അനവധി തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രിയുടെ മൊഴി. ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരിച്ചില്ലെന്നാണ് മൊഴി. പൂരം നടത്തിപ്പ് സുഗമമല്ലെന്ന് പിന്നീട് അറിയിച്ചിട്ടും പരിഹരിക്കാനുള്ള ഇടപെടൽ അജിത് കുമാർ നടത്തിയില്ലെന്നും മന്ത്രി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതിൽ അജിത് കുമാറിന്റെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അജിത് കുമാർ വിരമിക്കാൻ മാസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിന് അന്തിമ റിപ്പോർട്ട് ഈ മാസത്തോടെ DGP നൽകും. ഇതിനു മുൻപും അജിത് കുമാറിനെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല എന്നും പറയുന്നു. തമിഴ്നാട്ടിലെ വാഹനാപകടം 4 മലയാളികൾ മരിച്ചു. തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സുഹൃത്തുക്കളായ രജിനാഥ്, സജിത്ത്, രാജേഷ്, രാഹുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, ബാലരാമപുരം, നെല്ലിമൂട് സ്വദേശികളാണ് മരിച്ച 4 പേരും. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേരും മരിച്ചിരുന്നു. വാനും ബസ്സും കൂട്ടിയിടിച്ചെന്ന അപകടം ഉണ്ടായത്. 7 പേരാണ് വാനിൽ ഉണ്ടായിരുന്നത്. വേളാങ്കണ്ണിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. ഞായറാഴ്ചയാണ് ഇവർ തീർത്ഥാടനത്തിനായി പോയത്. ഇവരുടെ ബന്ധുക്കൾ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്.